അപ്പോൾ ഇതാണ് നമ്മൾ മീഷോ എന്ന് വെച്ചാൽ വാൾപേപ്പർ അടിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്കാണ് റൂമിൻ്റെ. ഭയങ്കര നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇത്തിരി കട്ടി കുറവാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ റൂം പിന്നെ അടുത്തത് നമ്മുടെ ഹോളാണ്. ഹോളിൽ ഇതും ഞാനൊരു വാൾപേപ്പർ തന്നെ മേടിച്ചടിച്ചതാണ് ഇത്. പിന്നെ സീലിങ്ങിലും അടിച്ചിട്ടുണ്ട് അത്യാവശ്യം. പക്ഷെ എനിക്ക് ഈ വൈറ്റ് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ, ഒരു കട്ടിയില്ലാത്തൊരു ടൈപ്പാണ്. കൂടുതലും നല്ലത് ഇത് തന്നെയാണ്. ഇത് നല്ല ഫിനിഷിങ്ങുള്ള അടിപൊളിയാണ് കേട്ടോ, നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഒരു ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ബ്രിക്ക്, അതായത് ഒരു ടൈൽസ് തന്നെ, മറ്റേ ബിസ്ക്കറ്റ് ചിപ്പിൻ്റെ എന്താണ് അതിന് പറയണത്, ബിസ്ക്കറ്റ് ടൈലോ അങ്ങനെ എന്തോ പറയുന്ന സംഭവം ചെയ്ത പോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. പക്ഷെ വൈറ്റ് കൊള്ളത്തില്ല കേട്ടോ, വൈറ്റ് ഭയങ്കര തിന്നുമാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നിഴലും അടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇത് കൊള്ളാം, സീലിംഗിൽ അടിച്ചേക്കുന്നത് ഡിസൈൻ കൊള്ളാം. പക്ഷേ എങ്കിലും അതിൽ എനിക്ക് തോന്നണ് മുകളിൽ വൈറ്റ് തന്നെ ആയതുകൊണ്ടാണ് അത്രയും വൃത്തിയായിട്ട് തോന്നാത്തത്. ഇനി എൻ്റെ റൂമാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിൻസും ഞാനും കൂടിയിട്ടാണ് നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടിക്കുമ്പോൾ കാണാം. അപ്പോൾ ഇതാ നമ്മൾ പഴയ വാൾപേപ്പർ നമ്മൾ പറിച്ച് കളയാണ്. ഇത്തിരി ചില വശമൊക്കെ ഇച്ചിരി പൊളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ പുറത്ത് വെച്ച് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ അത് ശരിയാവത്തില്ല, ചിലപ്പോൾ ഇളകി പോരാനൊക്കെയുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്കിതെല്ലാം പറിച്ച് മാറ്റാം. ഫുള്ള് നമുക്ക് ഇതെല്ലാം പറിച്ചെടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാം പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ പറിച്ചാണ്. ഇപ്പോഴത്തെ വശം നമ്മൾ ഈ സൈഡിൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് പറിക്കാം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ എല്ലാ വശവും പറിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ റൂമിൻ്റെ റിയലായിട്ടുള്ള ഫേസ്. പിന്നെ ഇത് പറഞ്ഞിട്ട് അറിയില്ല, ഭയങ്കര പശയാണ്. ഇത് പറിച്ചിട്ടൊന്നും പോന്നില്ല. മീഷോനെ നമ്മൾ ഒരിക്കലും കുന്നംകുളം എന്നും പറയാൻ പാടില്ല. കാരണം മീഷോ സൂപ്പറാണ്. മീഷോൻ്റെ പ്രോഡക്റ്റ് ഇതിപ്പോൾ 3 വർഷമായിട്ടും പറിച്ചിട്ട് ഇതാണ് അവസ്ഥ, ഇങ്ങനെയാണ് പോരുന്നത്. ഈ വോളൊക്കെ എൻ്റെ നന്നായിട്ട് പെയിൻറ് ചെയ്താണ്. ഇവിടെയൊക്കെ ഫുള്ള് നമുക്ക് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു, അതായത് തട്ടിൻ്റെ മുകളിൽ പരിക്കനിടാത്തത് കൊണ്ടുള്ള ഈർമ്മ ഉണ്ടാകുന്നത് നമുക്ക്. ആ ഈർമ്മം കൊണ്ടാണ് ഇവിടത്തേക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എന്നാലും ഒരു 3 വർഷം വരെയൊക്കെ നമുക്ക് നിന്ന്. ഇപ്പം ഞാനിതിപ്പോൾ പെയിൻറ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മഴക്കാലം പോലും നമുക്ക് താങ്ങില്ല, അത്രയും ഇതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് സൂപ്പറാണെന്ന് തന്നെ പറയാം. അപ്പം നമുക്കിനി ഒട്ടിക്കാൻ തുടങ്ങാം, ഒട്ടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതൊരു 2-3 മണിക്കൂർ കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ഞാനിപ്പോൾ ഒരു വാൾപേപ്പർ വാങ്ങിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ കവർ ചെയ്യാനായിട്ട് എനിക്ക് 30 മീറ്ററാണ് ആയിട്ടുള്ളത്. ഇത് 10x10 റൂമാണ്. അപ്പോൾ 30 മീറ്റർ ആയിട്ടുണ്ട്. 30 മീറ്ററിൽ തികഞ്ഞിട്ടില്ല. ഇവിടെയൊക്കെ ചെറിയൊരു പീസും കൂടെയൊക്കെ വരാനുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു വോളും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ വരും. അപ്പോൾ ഇത്രയുമാണ് ചെയ്തിട്ടുള്ളൊരു ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്നാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ കാര്യം മറന്നു പോരുത്. അപ്പോൾ ഓക്കെ.